ധനഹ 8 മുതൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4 27 മുതൽ 38 വരെ തിരുവചനങ്ങളുടെ വിശകലനം. സമരിയാക്കാരിയുടെ മാനസാന്തരം. ഒരു സമരിയാക്കാരിയെ തേടി നട്ടുച്ച നേരത്ത് കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്ന യേശുവിനെ നാം ഇന്ന് ധ്യാനിക്കുന്നു. സമരിയാക്കാരോട് യഹൂദർക്ക് ശത്രുതയായിരുന്നു. സ്ത്രീകളോട് യഹൂദർ പരസ്യമായി സംസാരിക്കാറില്ല. പക്ഷേ പതിവുകൾ തെറ്റിയിട്ടുകൊണ്ടാണ് യേശു അവളെ കാത്തിരിക്കുന്നത്. അവൾ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നവളും ഇപ്പോൾ ഭർത്താവല്ലാത്ത ഒരുവനോട് കൂടെ പൊറുക്കുന്നവളുമാണെന്നും അങ്ങനെയുള്ള ഒരുവൾ വെയിലിന്റെ മറവിൽ നട്ടുച്ച നേരത്ത് കിണറ്റിൻകരയിൽ വരുമെന്നും യേശു അറിഞ്ഞിരുന്നു. ശിഷ്യരെയൊക്കെ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞുവിട്ട് ഏകാന്തതയിൽ അവളോട് സംസാരിക്കാനും അവളുടെ ആത്മരക്ഷ വീണ്ടെടുക്കാനുമാണ് ഈ ഒരുക്കങ്ങളൊക്കെ. വലിയ ഒരു മാനസാന്തരമാണ് പിന്നീട് അവിടെ നടന്നത്. ഭൗതിക ജലം തേടി വന്നവൾ ആത്മീയ ജലം പാനം ചെയ്തപ്പോൾ കുടമുപേക്ഷിച്ച് ഓടിപ്പോയത് ഒരു സൂചനയാണ്. ഒരിക്കലും ദാഹിക്കാത്ത ജീവജലമാണ് യേശു അവൾക്ക് നൽകിയത്. അതുവരെ രഹസ്യത്തിലും മറവിലും ജീവിച്ചിരുന്നവൾ തന്റെ ആരുമറിയാത്ത രഹസ്യങ്ങൾ പോലും പരസ്യമാക്കുകയും ഇതിനു തന്നെ പാകപ്പെടുത്തിയ യേശു എന്ന വലിയ പ്രവാചകനെ ലോകത്തിന്റെ മുമ്പിൽ സധൈര്യം പ്രഘോഷിക്കാനും തയ്യാറായി. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഒന്നിനെക്കുറിച്ചും നാണക്കേടോ കുറവോ അവർക്കുണ്ടായില്ല. യേശു മാത്രം മതിയായവൻ എന്ന ചിന്തയാണ് പിന്നീട് അവരെ നയിക്കുക. ഒരത്ഭുതവും യേശു അവിടെ പ്രവർത്തിച്ചില്ല. പക്ഷേ ഇരുതലവാളിനേക്കാൾ ശക്തിയോടെ അവൻ വാരി വിതറിയ വചനം അവളുടെ ഹൃദയത്തെ മാറ്റിമറിച്ചു. അവളെ കേട്ട് അവനെ ശ്രവിക്കാൻ വന്ന വിജാതീയരായ സമരിയാക്കാർ മുഴുവനും അവന്റെ വചനത്തിന്റെ ശക്തിയിൽ മാനസാന്തരപ്പെട്ടു. എന്നാൽ പോകുന്നിടത്തെല്ലാം അവന്റെ അത്ഭുതങ്ങൾ ദർശിച്ചിട്ടും മാനസാന്തരപ്പെടാത്ത യഹൂദജനം അവന് ചുറ്റുമുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ഏറെ ദർശിച്ചിട്ടും ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇനി എന്ത് അത്ഭുതമാണ് നീ പ്രവർത്തിക്കുക എന്ന യഹൂദ മനോഭാവം ഇപ്പോഴും നമുക്കില്ലേ?